ഒരു പക്ക അറേഞ്ച്ഡ് മാരേജ്. രചന ഷാന റിസ്വാൻ. അവതരണം ഷാവുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എൻ നൂഞ്ഞേരി. ഷിഫയുടെ വീട്ടിലും തിരിച്ചു പോകാനുള്ള തയ്യാറെടുപ്പുമായി എല്ലാവരും അവരവരുടെ വാഹനങ്ങളിലേക്ക് കയറാൻ ഒരുങ്ങിയായിരുന്നു. അതിനിടയിൽ എന്തോ പറഞ്ഞ് വായും തുറന്ന് ചിരിച്ചുകൊണ്ട് കസിൻസിനെ നേരെ തിരിഞ്ഞു തന്നെ നോക്കി ബൈക്കിൽ ചാരി നിൽക്കുന്ന സാറിനെ ആദിയുടെ കണ്ണിലുടക്കി. ഒരു നിമിഷം അവളും അയാളെ തന്നെ നോക്കി നിന്നുപോയി. പെട്ടെന്ന് എന്തോ ഓർത്ത പോലെ കൂടെയുള്ളവരോട് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് അവൾ ഫെബിയുടെ അടുത്തേക്ക് നടന്നു. സർ, ആദ്യ വിളിച്ച് മുഖം കനിപ്പിച്ച് അവൻ അവളെ നോക്കി. എന്തു പറ്റി സർ? ഓ, എനിക്കൊന്നും പറ്റിയില്ല. ഇത്രയും സമയം കൂടെ ഉണ്ടായിട്ട് ഇപ്പോഴെങ്കിലും എനിക്കെന്നെ ഓർമ്മ വന്നല്ലോ, അത് മതി. മറുപടി എടുക്കാതെ ആദ്യം അതേ നിൽപ്പ് തുടർന്നു. ആരേറം തറവാട്ടിലെ അമ്മായി നീയാണോടി? എന്താ സർ? അല്ല, വന്നവരെയൊക്കെ മേയിച്ചുകൊണ്ട് നടക്കുന്നുണ്ടോ? നിന്റെ ആജ്ഞപ്രകാരമാണല്ലോ അവിടെ കാര്യങ്ങളൊക്കെ നടന്ന്. അയ്യേ, ഞാൻ അവിടെ നിന്ന് ഷൈൻ ചെയ്ത് ഓവറാക്കിയത് ഇങ്ങേരി കണ്ടോ? ഞാനാണ് ഈ സാറ് കൂടെ ഉണ്ടെന്ന കാര്യം ഒരു തവണ പോലും ഓർത്തുമില്ല. ഒരു ചമ്മലോടെ അവൾ മനസ്സിലോർത്തു. വീട്ടിൽ ചെന്നിട്ട് ഞാൻ എൻ്റെ ഉമ്മയെന്ന് കാണട്ടെ. ഒരു പാവം കുട്ടിയാവളെന്നൊക്കെ ഓരോ ശ്വാസത്തിലും ഉമ്മ പറയും. നിന്റെ തനി സ്വഭാവം എന്നവർക്ക് ഞാൻ വിവരിച്ചു കൊടുക്കുന്നുണ്ട്. അവൻ പറഞ്ഞു. ആദിയുടെ അതിരം വിടർന്നു വന്നു. മിഴികൾ ഉയർത്തി അവൾ അവനെ നോക്കി. നിനക്കിനി പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ലല്ലോ? ഇല്ലാന്ന് അവൾ തലയാട്ടി കാണിച്ചു. എന്നാ കയർ, നമുക്കൊന്ന് കറങ്ങിയിട്ട് വരാം. പറഞ്ഞുകൊണ്ട് അവൻ വണ്ടിയിലേക്ക് കയറി സ്റ്റാർട്ട് ചെയ്തു. ആദി കൂടെയുള്ളവരെ തിരിഞ്ഞു നോക്കി. ശ്യാമിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് നിന്നെ വീട്ടിലെത്തിച്ചോളാന്ന്. അവളുടെ സംശയിച്ചുള്ള നിൽപ്പിന് ഫെബി മറുപടി കൊടുത്തു. അത് കേട്ടതും ആദ്യം അവന്റെ പുറകിലായി കയറിയിരുന്നു. വണ്ടി ഓടിത്തുടങ്ങി. യാത്ര ആരംഭിച്ച സമയം കുറച്ചായിട്ടും ആദ്യം ഒന്നും മിണ്ടാത്ത കണ്ട് ഫെബി മിററിലൂടെ അവളെ ഒന്ന് എത്തി നോക്കി. കാറ്റിൽ അവളുടെ മുടിയിഴകൾ ഇരുവശത്തേക്കും പാറിപ്പറക്കുന്നുണ്ട്. അവളാണെങ്കിൽ കണ്ണുകൾ അടച്ചുകൊണ്ട് ആസ്വദിച്ചിരിക്കുകയാണ്. ഒരു കുസൃതി തോന്നി അവൻ ബ്രേക്കിലൊന്ന് അമർത്തി. അതോടെ നിയന്ത്രണം കിട്ടാതെ ആദ്യം അവന്റെ ശരീരത്തിൽ ചെന്ന് വീണു. കൈകളാൽ അവനെ മുറുക്കെ പിടിച്ചു. ഒരു സെക്കൻഡിന് ശേഷം എന്താണ് സംഭവിച്ചെന്ന് മനസ്സിലാവാത്ത തലയുയർത്തി ചുറ്റും നോക്കി. അവളുടെ മുഖത്ത് അമ്പരപ്പുണ്ട് അവൻ ചോദിച്ചു. കെട്ടാൻ പോകുന്നതിന് തൊട്ടടുത്ത് ഇങ്ങനെ ഞെളിഞ്ഞിരുന്നിട്ടും റോഡിലൂടെ പോകുന്നവരെ വായി നോക്കുന്ന പണിയാണല്ലേ നിനക്ക്? ഏയ് അല്ല, ഞാൻ അതല്ല. വാക്കുകൾ കിട്ടാതെ അവൾ വിക്കി. പിന്നെ? ഇല്ല സർ, ഞാനെന്തോ ഓർത്തങ്ങനെ ഇരുന്നു പോയതാ. സോന അസ്വസ്ഥതയോടെ വീട്ടിലാകമാനം അലഞ്ഞു നടന്നു. രാവിലെ ഇറങ്ങിയാണ് ഫെബി അവിടെ നിന്ന്. ആദിയുടെ കൂടെയാണല്ലോ അവനെന്നുള്ള ചിന്ത അവളെ കൂടുതൽ നിരാശപ്പെടുത്തി. ഒരു പരിഹാരമെന്നോണം ഉടനെ അവൾ ഫോൺ എടുത്ത് ഫെബിക്ക് വിളിച്ചു. ഓരോന്നും മിണ്ടിയും പറഞ്ഞിരുന്ന് പരസ്പരം അടുത്തു വരികയായിരുന്നു ആദ്യം ഫെബി. അപ്പോഴാണ് അവന്റെ ഫോൺ റിങ് ചെയ്യുന്നത്. എടുത്തു നോക്കിയപ്പോൾ സോന. കോൾ അറ്റൻഡ് ചെയ്ത് അവൻ അവളോട് സംസാരിച്ചു. ഹലോ ഫെബിക്ക. ആ പറയടി. നിങ്ങൾ എവിടെയാ? ഞാൻ പുറത്താ, ആദിയുടെ കൂടെ. എനിക്കൊന്ന് ഷോപ്പിങ്ങിന് പോകണമായിരുന്നു. അതിന് എന്താ വേണ്ട? കാശുമല്ലോ? ഏയ് അതല്ല, ഇക്ക എൻ്റെ കൂടെ ഒന്ന് വരണം. ഒന്ന് പെട്ടെന്ന് തിരിച്ചു വന്നിരുന്നെങ്കിൽ. ഇല്ല, എനിക്കിപ്പോൾ എത്താൻ പറ്റില്ല. അവിടെ വേറെ ആരില്ലേ നിനക്ക് കൂട്ടുവരാൻ? എനിക്ക് നിങ്ങൾ വന്നാൽ മതി, അല്ലെങ്കിൽ ഞാൻ പോകുന്നില്ല. സോന പ്ലീസ്, ഞാൻ പറഞ്ഞല്ലോ എൻ്റെ കൂടെ ആദ്യമുണ്ട്, നമുക്ക് പിന്നെ സംസാരിക്കാം. അതും പറഞ്ഞ് കോൾ കട്ട് ചെയ്ത് ഫോൺ അവൻ പോക്കറ്റിലേക്ക് തന്നെ തിരികെ. അവൻ്റെ അപ്പോഴത്തെ രീതി ഒട്ടും ഇഷ്ടപ്പെടാതെ സോനയിൽ ദേഷ്യം നുരഞ്ഞു പൊന്തി. അവളുടെ ദുർവാശി അവനിൽ ഒരു തരം നീരസമുള്ളതാക്കി. എല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് ആദ്യം അവനെ മുഖത്തേക്ക് തന്നെ ഉറ്റുനോക്കിയായിരുന്നു. കസിനാണ്, വാശിക്കാരിയാ, എന്തെങ്കിലും വിചാരിച്ചാൽ അത് തന്നെ നടത്തണം. ആദ്യയുടെ നോട്ടത്തിന്റെ അർത്ഥം മനസ്സിലാക്കി അവളോടായി അവൻ പറഞ്ഞു. അതിന് മറുപടി എന്നോട് അവളൊന്ന് പുഞ്ചിരിച്ച് കാണിച്ചു. എന്തൊക്കെയോ സംസാരിക്കണമെന്നും വിശേഷങ്ങൾ പങ്കുവെക്കണമെന്നും രണ്ടുപേരുടെ ഉള്ളിലുണ്ടെങ്കിലും ഒരു തുറന്നു പറച്ചിലിന് സാധിക്കാത്ത എന്തോന്ന് അവരെ തടഞ്ഞു നിർത്തി. എങ്കിലും കൂടെ കൂടെ കണ്ണുകൾ പരസ്പരം ഇടഞ്ഞുകൊണ്ടിരുന്നു. ആദിയെ കൊണ്ടുവിട്ട് വീട്ടിൽ തിരിച്ചെത്തിയപ്പോഴേക്കും നേരെ ഇരുട്ടി തുടങ്ങിയിരുന്നു. സ്റ്റെയർ കയറി മുകളിലേക്ക് പോകാനൊരുങ്ങുമ്പോഴാണ് ഉമ്മയുടെ വിളിയെത്തുന്നത്. ഫെബി. ആ എന്തോ ഉമ്മ? നീ കണ്ടോ, കാലിത് വന്നിട്ടുണ്ട്. വന്നോ അവൻ? എപ്പോ? എന്നിട്ട് എന്നെ ഒന്ന് വിളിച്ചില്ല ഇതുവരെ? അതിന് മാത്രം സമയമൊന്നും ആയിട്ടില്ലടാ, യാത്രാക്ഷീണം മാറ്റുന്നേ ഉള്ളൂ അവൻ. എന്നാ കുറച്ചു നേരം കിടക്കട്ടെ, അപ്പോഴേക്കും ഞാനൊന്ന് ഫ്രഷായി വരാം. അതും പറഞ്ഞ് ഫെബി മുകളിലേക്കുള്ള സ്റ്റെപ്പ് ഓടിക്കയറി. റൂമിലേക്ക് ചെന്ന് പെട്ടെന്ന് ഫ്രഷായി തിരികെ താഴേക്ക് തന്നെ ഇറങ്ങി. കാലിന്റെ മുറിയെ ലക്ഷ്യം വെച്ച് നടന്നു. വാതിലിൽ ചാരിയിട്ടേ ഉള്ളൂ. അതിൽ 2 കൊട്ടുകൂട്ടി. എന്നിട്ടും പ്രതികരണമൊന്നും കാണാതെ വന്നപ്പോൾ മെല്ലെ തുറന്നു നോക്കി. ബെഡിൽ കിടപ്പുണ്ടവൻ. കാലി, ദാ ഉറക്കാണോ? ശബ്ദം കേട്ടത് മുഖത്തെ മറച്ചു വെച്ച കൈയെടുത്ത് മാറ്റി. ഞാനൊന്ന് വാങ്ങിപ്പോയി, നീ വാ. മുന്നിൽ ഫെബിയാണെന്നറിഞ്ഞു അവൻ ബെഡിൽ എഴുന്നേറ്റിരുന്നു. അതോടൊപ്പം ഫെബി അവൻ്റെ അടുത്തായി സ്ഥാനം പിടിച്ചു. പറയണ, എന്തുണ്ട് വിശേഷം? ഓ, എനിക്കെന്ത് വിശേഷം, നിനക്കല്ലേ ഇപ്പോ പെണ്ണിന്റെ കൂടെ അടിച്ചു പൊളിച്ച് നടക്കുകയല്ലേ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും കാലിദിന്റെ സംസാരത്തിൽ ഒഴുക്കമട്ട് ഫെബി ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. എന്താണ് നിനക്ക് മുഖത്തിന് തെളിച്ചില്ലായ്മ? സംസാരത്തിലൊരു ഉഷാറില്ലല്ലോ. ഏയ് അങ്ങനെയൊന്നുമില്ല, കുറെ ദിവസമല്ലോ ജോലിയുടെ പേരുമാറുള്ള ഓട്ടം തുടങ്ങിയിട്ട്, അതിന്റെ ക്ഷീണമായിരിക്കും. എനിക്ക് നിന്നെ വല്ലാതെ മിസ് ചെയ്തടാ. എന്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിന് നീയില്ല, നജീബില്ല. നജീബോ? അവൻ വന്നില്ലേ? ഇല്ലടാ, കെട്ടിയോള് പ്രഗ്നന്റ് അല്ലേ. അന്ന് രാവിലെ തൊട്ടവൾക്ക് വയ്യായിക, ഹോസ്പിറ്റലിൽ പോകേണ്ടി വന്ന കാരണം അവൻ എൻ്റെ കൂടെ വരാൻ സാധിച്ചില്ല. മൊത്തത്തിൽ ശോകമായിരുന്നു.
നല്ല ക്ഷീണത്തിന് മുഖത്ത് തന്നെ കാണാനുണ്ട്. റെസ്റ്റ് എടുത്തോ, നമുക്ക് നാളെ സംസാരിക്കാം. ഖാലിദിന്റെ ചുമലിലും തട്ടി ഫെബി മുറിവിട്ടു പോയി. ഒരു ദീർഘശ്വാസം വലിച്ചു വിട്ടുകൊണ്ട് ഖാലിദ് ബെഡിലേക്ക് തന്നെ മറിഞ്ഞു. വീണ്ടും ചിന്തകളിലേക്ക് ആഴ്ന്നിറങ്ങി. എള്ളോളം തനി പൊന്നെന്തിന തനി തഞ്ചാവൂര് പട്ടുന്തിന. ഡൈനിങ് ടേബിൾ കൊട്ടിക്കൊണ്ട് ആശി അങ്ങനെ ആസ്വദിച്ച് പാടി. മാ ചെക്കനെ എള്ളോളം തരി പാടി തുടങ്ങി. ഇനി സൂക്ഷിച്ചോ, ഞാൻ ഈ കകയും സെറ്റായ സ്ഥിതിക്ക് അവനായിട്ട് സിംഗിളായിട്ട് നടക്കണ്ടല്ലോ എന്ന് തോന്നൽ വന്നിട്ടുണ്ടാവും. 8 9 പഠിക്കുന്ന ഏതെങ്കിലും ഒന്നിനെ വിളിച്ച് എപ്പോ വേണമെങ്കിലും കയറി വരാൻ സാധ്യതയുണ്ട്. ആദ്യം പറഞ്ഞു കേട്ട് ടേബിളിന്റെ മറുവശത്ത് ഉമ്മയുടെ കൂടെ ഇരിക്കുന്ന ഷിയാബ് ഫോണിൽ നിന്ന് തലയുയർത്തി നോക്കി. അങ്ങനെ വല്ലതും ഉണ്ടായാ അവന്റെ മുട്ടുകാരിയാൻ തല്ലിയൊടിക്കും. ഷിയാബിന്റെ ശബ്ദത്തിൽ ഗൗരവം നിറഞ്ഞു. അത് കണ്ട് പല്ലിയരിച്ചുകൊണ്ട് ആശ ആദിയുടെ മുഖത്തേക്ക് പാളി നോക്കി. ചുണ്ടടിച്ചുകൊണ്ട് അവൾ ചിരിയടക്കുകയാണ്. കലിപ്പിളകി ആശ അവളുടെ കാലിൽ ആഞ്ഞു ചവിട്ടി. ആ വേദന കാരണം അവൾ വാതുറന്നു പോയി. എന്തോന്നാടി? ഷിയാബിന്റെ ശബ്ദം വീണ്ടും ഉയർന്നു. ആശ അവന്റെ കാലിനെ പിൻവലിച്ച്. ഏയ് ഒന്നിനും ഷിയാബ്ക്ക. വേദന കടിച്ചമർത്തിക്കൊണ്ട് ആദ്യം പറഞ്ഞു. വേഗം റെഡിയായിരുന്നു, പോവാൻ നോക്ക്, ബസ്സിന് സമയമായില്ലേ. ഫെബിക്ക ധൃതിയിൽ കോളേജിലേക്ക് ഇറങ്ങാൻ തുടങ്ങുമ്പോഴാണ് സോന അവനെ വിളിക്കുന്നത്. എന്താടി? വൈകിട്ട് കുറച്ച് നേരത്തെ വരുമോ? എന്താ കാര്യം? ഞാൻ പറഞ്ഞില്ലായിരുന്നോ ഷോപ്പിങ്ങിന് പോകണമെന്ന്? അത് കഴിഞ്ഞില്ലേ? ഇല്ല, കൂട്ടിനൊരാളെ എനിക്ക് പോകാൻ മടി തോന്നി. ആ ഇനിയിപ്പോ കാര്യതുണ്ടല്ലോ, ഫ്രീ ടൈം നോക്കി അവനെ വിളിച്ച് പോയിക്കോ. ഫെബിക്ക. സോന പ്ലീസ്, എനിക്ക് ഈ ഷോപ്പിങ്ങിനൊന്നും കൂടുതൽ ഒട്ടും താല്പര്യമില്ല. അവനൊക്കെ നിന്റെ ഇക്ക തന്നെയാണ് നല്ലത്. സമയം വൈകുന്നു. അപ്പൊ ശരി. അവളുടെ അടുത്ത് നിന്ന് രക്ഷപ്പെടാനായി ഫെബി പെട്ടെന്ന് മുറ്റത്തേക്ക് ഇറങ്ങി. ഖാലിദ് ഫോൺ പിടിച്ച് തേരാപാരം നടക്കുന്നുണ്ട്. മുഖം ചൊളിച്ചുകൊണ്ട് ഇടയ്ക്കിടെ തലയിൽ കൈതടവുന്നുണ്ട്. അവനെപ്പോഴും തിരക്കാണ്, ബിസിനസ്സുമായി ബന്ധപ്പെട്ട ഓരോരോ കാര്യങ്ങൾ. കാറിലേക്ക് കയറുന്നതിന് മുന്നേ ഫെബി അവന് നേരെ കൈ ഉയർത്തി കാണിച്ചു. ഖാലിദ് തിരിച്ചു. നിമിഷ നേരം കൊണ്ട് ഫെബിയുടെ വണ്ടി ആ വീടിന്റെ ഗേറ്റ് കടന്ന് റോഡിലേക്ക് ഇറങ്ങി. ഫോൺ സംഭാഷണം നിലച്ചവും ഖാലിദ് വീടിനകത്തേക്കും. ആരുടെയോ സംസാരം കേൾക്കുന്നു. പരിചിതമായ ശബ്ദം കേട്ടതും ഒരു നിമിഷം അവൻ കാതോർത്തു. ആളാരാണെന്നറിയാൻ അവൻ ആ മുറിയുടെ വാതിൽ വരെ ചെന്ന് നോക്കി. റൈഹാൻ. ഒട്ടും പ്രതീക്ഷിക്കാതെ അവന് മുമ്പിൽ കണ്ടതും ഖാലിദ് ഒരു നിമിഷം കണ്ണുമിഴിച്ചു. റൈഹാൻ പക്ഷെ അങ്ങനെ ഒരു കൂടിക്കാഴ്ചയും പ്രതീക്ഷിച്ച് നിൽക്കുകയായിരുന്നു. മോനെ റൈഹാൻ, ഫെബിയുടെ എൻഗേജ്മെന്റിൽ പങ്കെടുക്കാൻ വന്നായിരുന്നു അവൻ. ഇവിടെ എത്തിയ പിന്നെ ഒരു മടങ്ങിപ്പോക്ക് വേണ്ടാന്ന് വെച്ച് റൈഹാന്റെ ഒപ്പം ഇരിക്കുന്ന ഉമ്മ ഖാലിദിനോടായി പറഞ്ഞു. ഒന്ന് മൂളിക്കൊണ്ട് അവൻ അപ്പോൾ തന്നെ അവിടെ തിരിഞ്ഞുപോയി. ഖാലിദിന്റെ പ്രതികരണം ഉമ്മയിൽ തന്നെ സങ്കടം വിതച്ചു. അത് അവരുടെ മുഖത്ത് തെളിഞ്ഞു വരികയും ചെയ്തു. ഉമ്മയുടെ ഭാവം കണ്ട് റൈഹാൻ മിഴികൾ താഴ്ത്തി. ഇക്ക എന്തു പറ്റി നിനക്ക്? നിലത്തേക്ക് ദൃഷ്ടിയൂന്നി ബെഡിലിരിക്കുന്ന ഖാലിദിന് നേരെ സോനയുടെ ചോദ്യം ഉയർന്നു. അത് കേട്ട് അവന്റെ നോട്ട് അവളിലേക്കായി. റൈഹാൻ തിരിച്ചെത്തിയ കാര്യം നീ എന്നെ അറിയിക്കായിരുന്നു. പറയണെന്ന് കരുതിയിരുന്നു, പിന്നെന്തോ ഞാനോ മറന്നുപോയി. അറിയാലോ, സൂക്ഷിച്ചാ നിനക്ക് തന്ന് അവൻ പറഞ്ഞു. കാരണം മനസ്സിലായ പോലെ സോന തലയൊലിപ്പിച്ചു. അതിനോടകം ഖാലിദിന്റെ സ്വസ്ഥത നഷ്ടപ്പെട്ടു കഴിഞ്ഞിരുന്നു. സ്റ്റാഫ് റൂമിന് മുമ്പിലെത്തിയതും ആദിയുടെ കണ്ണുകൾ അതിനുള്ളിലേക്ക് പാഞ്ഞു. ഫെബി അവൾ നോക്കിയിരിക്കായിരുന്നുകൊണ്ട് കണ്ടപാടെ അവൻ എഴുന്നേറ്റ് പുറത്തേക്ക് വന്നു. ഗുഡ് മോർണിംഗ് സർ. ആഷി അവനെ വിഷ് ചെയ്തു. ഗുഡ് മോർണിംഗ്. ഓരോന്ന് പറഞ്ഞുകൊണ്ട് ചിരിയാറി നിൽക്കുന്ന അവരെ കുറച്ചു മാറി റിൻഷ വീക്ഷിക്കുന്നുണ്ടായിരുന്നു. ആളുടെ ഉള്ളിൽ കുശുമ്പ് നിറഞ്ഞു. അകാരണമായ ഒരു വൈരാഗ്യം ആദിയോട് അവൾക്ക് തോന്നി തുടങ്ങി. ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുന്നേ പോക്കറ്റിൽ സൂക്ഷിച്ച ഒരു ഡയറി മിൽക്ക് ഫെബി ആദിക്ക് നേരെ നീട്ടി. നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ പകുതിവിന് കൊടുത്തോ, അല്ലെങ്കിൽ നീ ഒറ്റ കഴിച്ചോ, ഫെബി പറഞ്ഞു. ആദ്യ ആശയെ നോക്കി. എനിക്ക് തരണമെന്നില്ല, അവള് കഴിക്കുമ്പോൾ തട്ടിപ്പറിച്ചെടുത്തോളാം, അതാ പണ്ടേ ശീലം. ആ സിസ്റ്ററും ബ്രദറും കൂടെ എന്താന്ന് വെച്ചാ ചെയ്, ഞാൻ എന്റെ പാട്ടിന് പോവാ. ആകും പറഞ്ഞ് ഫെബി കയറിപ്പോയി. ആഷി ഒന്നിട്ട് വരാമോ? കുളിക്കാനായി ബാത്റൂമിലേക്ക് കയറാനൊരുക്കുമ്പോഴാണ് ആദി വിളിക്കുന്നത്. ഉടനെ അവൻ അവൾക്കരിയിലേക്ക് ചെന്നു. എന്താടി ഈ നോക്കി? ഒരു വെള്ള പേപ്പർ ആഷിക്ക് നേരെ നീട്ടിക്കൊണ്ട് ആദി പറഞ്ഞു. അവനത് വാങ്ങി നോക്കി. കരയുന്ന ഒരു ഇമോജി. കാര്യം മനസ്സിലാവാതെ വീണ്ടും അവന്റെ നോട്ട് ആദിയിലേക്കായി. ഇന്ന് ഞാനൊരു ലെറ്റർ എഴുതി ബാഗിൽ വെച്ചില്ലായിരുന്നോ? എന്നെ കാത്തിരിക്കരുതെന്നും പറഞ്ഞ് അതിനുള്ള മറുപടിയായത്. ഓ അതാണോ? പാവം, പുള്ളി നിന്നെ അത്രയും ആത്മാർത്ഥതയാണ് സ്നേഹിച്ചിരുന്നെന്ന് തോന്നുന്നു. ഇനിയിപ്പോ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, വീതി ഇങ്ങനെയൊക്കെ ആയിരുന്നു. അതുമില്ല, ഒരു വിധത്തിൽ ഞാൻ അയാളോട് ഇടപഴകിയിട്ടില്ലല്ലോ, അതുകൊണ്ട് പറ്റിച്ചെന്നൊരു കുറ്റം എനിക്ക് വരില്ല. ആ അതും ശരിയാ. ചിന്തയോടെ ബാത്ത് ടവലും എടുത്ത് ആഷി ഫ്രഷ് ആവാൻ കയറി. ഫെസ്റ്റിന്റെ ഭാഗമായി കോളേജും പരിസരവും ഡെക്കറേഷൻ ചെയ്യാൻ ടീച്ചർമാരെല്ലാം ചേർന്ന് സ്റ്റുഡൻസിന്റെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി. ഒരു ക്ലാസ്സിൽ നിന്ന് 3 കുട്ടികളെന്ന രീതിയിൽ സെലക്ട് ചെയ്ത് വന്നപ്പോൾ ലിസ്റ്റിൽ ആദിയുടെ പേര് വീണു. പക്ഷേ കൂടെ ആഷിയില്ല എന്ന കാരണത്താൽ ഷിയാബ് ആദ്യം അവളെ തടഞ്ഞു. പിന്നീടാണ് അവരുടെ നേതൃത്വത്തിനായി ഫെബിയോട് ഉണ്ടാവുമെന്നറിഞ്ഞ് അങ്ങനെ മസിൽ വിടുത്ത് ഒഴിവാക്കി ആദ്യം പറഞ്ഞുവിടാൻ തീരുമാനിച്ചു. അവധി ദിവസമായതിനാൽ രാവിലെ 8 മണിയോടെ തന്നെ എല്ലാവരും കോളേജിലേക്ക് എത്തിച്ചേർന്നു. അപ്പോൾ തന്നെ ഒരുക്കങ്ങൾ ആരംഭിച്ചു. സ്റ്റുഡൻസിനൊപ്പം അധ്യാപനം ചേർന്ന് രാത്രി 10 മണിയോടെ എല്ലാം മനോഹരമായി ചെയ്തു തീർത്തു. ജോലി കഴിഞ്ഞതും എല്ലാവരും അവരവരുടെ വീട്ടിലേക്ക് മടങ്ങിപ്പോയി. ആദ്യ ഫെബിയുടെ ബൈക്കിന് പുറകെ കയറിയിരുന്നു. അധികം തിരക്കില്ലാത്ത റോഡ്, നല്ല കാലാവസ്ഥ. കണ്ണുകൾ അടച്ചു പിടിച്ച് മുഖത്തേക്ക് വരുന്ന ഇളം കാറ്റും ആസ്വദിച്ച് അവൾ അങ്ങനെ അവനോരം ചേർന്നിരുന്നു.
ആദി, നീ ഇതിനു മുമ്പ് ആരെങ്കിലും കൂടെ ബൈക്ക് റൈഡിന് പോയിട്ടുണ്ടോ? ചോദ്യം കേട്ട് അവളുടെ നിമിഷം സ്റ്റക്കായി. എന്ത് പറയണമെന്നറിയാതെ ആലോചനയിലാണ്. പോയിട്ടില്ലെന്ന് പറഞ്ഞാൽ അതൊരു കള്ളമാകും. പോയെന്ന് പറഞ്ഞാൽ ആരുടെ കൂടെ എന്ന സാറിന്റെ ചോദ്യം വരും. അതിന് ഞാനെന്ത് ഉത്തരം നൽകും? ഉള്ളിൽ ഉയർന്നു വരുന്ന ഓരോ സംശയങ്ങളോടൊപ്പം അവളുടെ മനസ്സിന്റെ സമ്മർദ്ദവും വർദ്ധിക്കുന്നുണ്ടായിരുന്നു. അതിന്റെ ഫലമായി ഫെബിയുടെ ഷോട്ടിൽ ആദിയുടെ പിടിമുറുക്കിക്കൊണ്ടിരുന്നു. അത് മനസ്സിലാക്കിയ അവൻ സ്ട്രീറ്റ് ലൈറ്റിന്റെ വെളിച്ചത്തിൽ മിററിലൂടെ ആ മുഖത്തേക്ക് പാളി നോക്കി. അവളുടെ മുഖഭാഗത്തിൽ എന്തൊക്കെയോ താളപ്പിഴകളുള്ളതായി അവന് തോന്നി. നമുക്കൊരു ചായ കുടിച്ചാലോ? ചിന്തകളിൽ നിന്ന് അവളെ മോചിപ്പിക്കാനായി അവൻ ചോദിച്ചു. എന്തോ ഓർമ്മയിൽ സമ്മതം എന്നോണം അവൾ തലയലിപ്പിച്ചു. ബൈക്ക് കുറച്ചുകൂടി മുന്നോട്ട് കൊണ്ടുപോയി റോഡ് സൈഡിൽ ഒരു ചെറിയ കടയുടെ അരികിൽ ഫെബി പാർക്ക് ചെയ്തു. ചായക്ക് ആവശ്യപ്പെട്ട് അവിടെയുള്ള ആ ചെറിയ ബെഞ്ചിൽ രണ്ടുപേരും ചെന്നിരുന്നു. അപ്പോഴും ഫെബിയുടെ ശ്രദ്ധ മുഴുവൻ ആദിയിലായിരുന്നു. അവള് മറ്റേതോ ലോകത്താണെന്ന് അവൻ തിരിച്ചറിഞ്ഞു. ചായ കുടിച്ച് പൈസയും കൊടുത്ത് വീണ്ടും യാത്ര തുടർന്നു. മൗനം അവർക്കിടയിൽ തളം കെട്ടി കിടന്നു. ആദിയുടെ ഉള്ളറിയാനുള്ള ആഗ്രഹം കൊണ്ട് ഫെബി വീണ്ടും അവളോട് കാര്യങ്ങൾ ചോദിക്കാൻ തുനിഞ്ഞപ്പോഴാണ് പെട്ടെന്നൊരു കാർ വന്ന് അവരുടെ മുമ്പിൽ സഡൻ ബ്രേക്ക് ഇടുന്നത്. ഫെബിയും ഉള്ള ശക്തിയിൽ ബ്രേക്കിൽ അമർത്തിയെങ്കിലും ഓർക്കാപ്പുറത്ത് സംഭവിച്ചതായതുകൊണ്ട് ബാലൻസ് കിട്ടാതെ ബൈക്ക് പറഞ്ഞ് രണ്ടുപേരും നിലത്തേക്ക് വീണു. പെട്ടെന്ന് തടിമാടന്മാരായ 4-5 പേര് കാറിൽ നിന്നിറങ്ങി വന്ന് ആരോ വളഞ്ഞു. ആദി പേടിയോടെ ഫെബിയുടെ മുഖത്തേക്ക് നോക്കി. അവൾക്ക് ധൈര്യം പകരാനെന്നോണം അവൻ ആദിയുടെ കയ്യിൽ മുറുക്കെ പിടിച്ചു. ശേഷം തങ്ങളെ അപകടപ്പെടുത്താൻ ശ്രമിച്ചവർക്ക് നേരെ ഒച്ചയെടുത്തു. എവിടെ നോക്കിയാ വണ്ടി ഓടിക്കുന്നത്? ചോദിച്ചു തീരുന്ന മുന്നേ ആഞ്ഞൊരു ചവിട്ട് ഫെബിയുടെ നെഞ്ചിൽ പതിച്ചിരുന്നു. ചെറിയ ശബ്ദത്തോടെ അവൻ പുറകിലേക്ക് മരച്ചു. സാർ! കരച്ചിലോട് അവന്റെ നേരെ ഓടാൻ തുനിഞ്ഞ ഫെബി അവരിലൊരാൾ ബലമായി പിടിച്ചെഴുന്നേൽപ്പിച്ചു. അപ്പോഴേക്കും തരങ്ങും വിലങ്ങും ഫെബിയുടെ ശരീരത്തിൽ അടികൾ വീണിരുന്നു. അവരൊരുമിച്ച് നേരിട്ടപ്പോൾ തടുക്കാൻ അവനും സാധിച്ചില്ല. പ്ലീസ് ഒന്നും ചെയ്യല്ലേ, സാറിന് വീട്. ആദി വാവിട്ട് കരഞ്ഞു. ആദി എന്നെ നോക്കണ്ട, എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടോ, ഇവര് നിന്നെ ഉപദ്രവിക്കും. ആ വേദനയിൽ അവൻ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു. തന്നെ പിടിച്ചു വെച്ച കൈകളിൽ നിന്ന് രക്ഷപ്പെടാൻ ആദി വീണ്ടും വീണ്ടും പരിശ്രമിച്ചുകൊണ്ടിരുന്നു. അതിനനുസരിച്ച് അയാൾ കൂടുതൽ ശക്തമായി അവളെ കൈകളെ ബന്ധിച്ചു. നിർത്തടാ! ഫെബിയെ വളഞ്ഞിട്ട് തല്ലുന്നവരെ നോക്കി കൂട്ടത്തിലെ തലവനെന്ന് തോന്നിപ്പിക്കുന്നവൻ ആർത്തു. അതോടെ അടിനിർത്തി അവരൽപ്പം പുറകോട്ട് മാറിയുന്നു. പെട്ടെന്നാണ് അയാൾ ഷർട്ടിന്റെ പുറകിൽ സൂക്ഷിച്ച് ഇരുമ്പ് തണ്ട് വലിച്ചൂരിയെടുത്ത് ഫെബിയെ നോക്കി മൃഗീയമായി പുഞ്ചിരിച്ചത്. അവൻ ആ മണ്ണിലൂടെ ഇഴഞ്ഞ് പുറകോട്ട് നീങ്ങി. അതുകൊണ്ട് ആദ്യം ഉറക്കെ ബഹളം വെച്ചെങ്കിലും പ്രയോജനം ഉണ്ടായില്ല. എന്റെ കയ്യിന്ന് വിടാനല്ലേ പറഞ്ഞേ? ദേഷ്യം മൂത്ത് തന്നെ ബന്ധിച്ചു വെച്ചവനോട് ആദ്യം ആക്രോശിച്ചു. കയ്യിലെ പിടുത്തം വിട്ട് അയാൾ അവിടെ കവിളിൽ കുത്തിപ്പിടിച്ചു. വേദന കൊണ്ട് അവൾ നിന്ന് പുളഞ്ഞു. അധിക പ്രസംഗം നടത്തിയാലുണ്ടല്ലോ, വച്ചേക്കില്ല നിന്നെ. വേണ്ട, അവളൊന്നും ചെയ്യരുത്. ഒരു പോറൽ പോലും എടുക്കരുന്ന ഓർഡർ. അത് തെറ്റിച്ചാ അറിയാലോ. കൂട്ടത്തിൽ മറ്റൊരുത്തം വന്ന് ഓർപ്പിച്ചതും ആദിയുടെ കവിളിൽ കുത്തിപ്പിടിച്ച അയാളുടെ കൈകളാഞ്ഞു. ഇരുമ്പ് തണ്ടുമായി അയാൾ ഫെബിക്ക് തൊട്ടരികിലെത്തി. മരണം മുന്നിൽ കണ്ട നിമിഷം. അതിനേക്കാൾ കൂടുതൽ ആദി അവർ ഉപദ്രവിക്കോ എന്ന് അവൻ ഭയപ്പെട്ടു. നാളത്തെ പ്രധാന വാർത്തകളിൽ അവരായിരിക്കുമെന്ന കാര്യത്തിൽ അവന് സംശയമില്ലായിരുന്നു. ആലോചിച്ച് നിൽക്കവേ അയാൾ ഇരുമ്പുപടി ഫെബിക്ക് നേരെ ആഞ്ഞു. കാതുകൾ പൊത്തിപ്പിടിച്ച് അവൻ ഉച്ചത്തിൽ അലറി. നടക്കുന്ന ആ രംഗം കണ്ടിരിക്കാൻ കഴിയാതെ ഒരു ശബ്ദത്തോടെ ആദിയോടെ കണ്ണുകൾ ഇറുക്കി അടച്ചു. അല്പസമയം അങ്ങനെ ഇരുന്നിട്ടും ആ ഭാരം ചെന്ന വഴി തന്റെ മേൽ വന്ന് പതിക്കാത്തതിൽ സംശയിച്ച് ഫെബി പതുക്കെ കണ്ണുകൾ തുറന്നു. തന്നെ ബലമായി പിടിച്ചു വെച്ച കൈകൾ അഴിയുന്നതറിഞ്ഞ ആദ്യം മെല്ലെ കണ്ണു തുറന്നു. മുന്നിൽ കണ്ട കാഴ്ച വിശ്വസിക്കാൻ കഴിയാതെ ഇരുവരും ആദ്യം ഒന്ന് അമ്പരന്നു. റെയ്ഹാൻ? കേട്ട് പരിചയിച്ച ആ പേര് ഫെബിയിൽ നിന്ന് വീണതോടെ ആദിക്ക് ആശ്വാസമായി. ഫെബി അടിക്കാനോങ്ങിയ വടിയിൽ ബലമായി പിടിച്ചു വലിക്കായിരുന്നവൻ അയാൾ ഒട്ടും വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. രണ്ടുപേർക്കുമിടയിൽ മൽപ്പിടുത്തം നടന്നു. അതിനിടയിൽ അപ്രതീക്ഷിതമായിട്ടാണ് ഒരടി റെയ്ഹാന്റെ പുറത്തു വന്ന് കൊള്ളുന്നത്. അതോടെ പിടുത്തമിട്ട് ആ മുന്നിലേക്ക് വേച്ചു പോയി. പക്ഷേ കരിപൂണ്ട റെയ്ഹാൻ 10 മടങ്ങ് ശക്തിയോടെ അവർക്ക് നേരെ പാഞ്ഞെടുത്തു. വിരണ്ട കൊമ്പനെ പോലെ എല്ലാത്തിനെയും തച്ച് തകർത്തു. അതേസമയം ആദ്യം ഓടിച്ചെന്ന് ഫെബിക്കരിയിൽ മുട്ടുത്തിയിരുന്നു. സർ! ആളുടെ മിഴികൾ പെയ്തു. കരയിലടി, എനിക്കൊന്നും പറ്റിയില്ല. പറയുമ്പോഴും അവൻ വേദന കടിച്ചമർത്തുകയായിരുന്നു. ചിലയിടങ്ങളിലൊക്കെ ചെറുതായി ചോര പൊടിയുന്നുണ്ട്. അതുകൊണ്ട് അവൾ അണിഞ്ഞിരുന്ന ഷോൾ ഊരിയെടുത്ത് പതുക്കെ അതൊക്കെ ഒപ്പിയെടുത്തു. നീറ്റൽ കാരണം അവൻ എരിവലിച്ചു. കിട്ടിയതിന്റെ 100 ഇരട്ടി തിരിച്ചു കൊടുത്ത് എല്ലാത്തിനെയും റെയ്ഹാൻ തരിപ്പണമാക്കി. അവസാനം സൈയിട്ട് അവരുള്ള ജീവനം കൊണ്ട് വന്ന വണ്ടിയിലേക്ക് ഓടിക്കയറി. ഒട്ടും സമയം വേസ്റ്റാക്കാതെ അവിടുന്ന് സ്ഥലം കാലിയാക്കി. അപ്പോഴേക്ക് ആദിയുടെ സഹായത്തോടെ ഒരുവിധം ഫെബി എഴുന്നേറ്റിരുന്നു. അതുകണ്ട് റെയ്ഹാൻ ഓടിച്ചെന്നവനെ താങ്ങിപ്പിടിച്ചു. വാ, മെല്ലെ നടക്ക്. ഫെബിയെയും കൊണ്ട് അവർ പതുക്കെ വണ്ടിക്കരികിലെത്തി. മര്യാദക്കൊരു സൈഡിലേക്ക് ഒതുക്കി നിർത്തുക പോലും ചെയ്യാത്ത അവസ്ഥയിലായിരുന്നു ആ കാർ. ഡോർ തുറന്ന് റെയ്ഹാൻ ഒരു കുപ്പി വെള്ളം എടുത്തു. ആദ്യം ഫെബിയുടെയും പിന്നെ ആദിയുടെയും കൈകളിലേക്ക് ഒഴിച്ചു കൊടുത്തു. രണ്ടുപേരും മുഖമൊക്കെ കഴുകി നന്നായി ഫ്രഷായി. ബാക്കിയുള്ള വെള്ളം വായിലേക്ക് അമിഴ്ത്തി ദാഹം മാറ്റി. ഇക, ഈ അവസ്ഥയിൽ ഡ്രൈവ് ചെയ്ത് പോകാൻ പറ്റും നിനക്ക്? എനിക്ക് അത്യാവശ്യമായിട്ട് ഒരാളെ കാണാനുണ്ടായിരുന്നു. ഫെബി കുറച്ചൊന്ന് ഓക്കെ ആയെന്ന് തോന്നിയപ്പോൾ റെയ്ഹാൻ ചോദിച്ചു. കുഴപ്പമില്ലടാ, ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം. ഇനി ഏതായാലും ഇവളായിട്ട് ബൈക്കിൽ പോകണ്ട, അത് ഞാൻ കൊണ്ടുവന്നോളാം.
നീ കാർ എടുത്തോ. പറഞ്ഞോട് റയ്യാൻ ചായ ഫെബിക്ക് നേരെ നീട്ടി. അവൻ വാങ്ങുന്നതിന് മുന്നേ ആദ്യം അത് കൈക്കലാക്കി. ഞാൻ ഓടിച്ചോളാം. നിനക്ക് ഡ്രൈവിംഗ് അറിയോ? തെല്ലൊരു അത്ഭുതത്തോടെ ഫെബി ചോദിച്ചു. അറിയാം. ഇരുവരും വണ്ടിയിൽ കയറി റയ്യാനോട് യാത്ര പറഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു. കാർ കൺമുമ്പിൽ നിന്നും പോയി മറയുന്നവരെ അവൻ അവിടെ തന്നെ നോക്കി നിന്നു. ശേഷം ദേഷ്യത്തോടെ പല്ലിയരിച്ചുകൊണ്ട് മുഷ്ടിയുരുട്ടി. പെട്ടെന്ന് എന്തോർത്ത് പോലെ റോഡരികിൽ വീണെടുക്കുന്ന ബൈക്കിന് നേരെ ഓടി. അത് പിടിച്ച് നിവർത്തി അതിൽ കയറിയുന്ന ഹൈസ്പീഡിൽ വിട്ടു. കുറച്ചു ദൂരം പിന്നിട്ടപ്പോൾ കണ്ടു നേരത്തെ അവരെ ഉപദ്രവിച്ചവരുടെ കാർ. ഒന്നുകൂടി സ്പീഡ് കൂട്ടി അവൻ ആ കാറിന് മുന്നിലായി ബൈക്ക് ക്രോസിൽ നിർത്തി. ഒരു സൗണ്ടോടുകൂടി കാർ സ്റ്റോപ്പായി. ഉടനെ റയ്യാൻ ബൈക്കിൽ നിന്നും ചാടിയിറങ്ങി. അവരൊരാൾ പുറത്തേക്ക് ഇറങ്ങാൻ തുനിഞ്ഞു കാറിന്റെ ഡോറിൽ ആഞ്ഞു ചവിട്ടി അയാൾ ഉള്ളിലേക്ക് തന്നെ തെറിപ്പിച്ചു. ശേഷം തറകുനിച്ച് മുഖാകത്തേക്ക് ഇരിക്കുന്നവന് നേരെ കൊണ്ടുപോയി. അയാൾ അവന് നേരെ അലറി. ചത്തിട്ടില്ല റയ്ഹാൻ, നിന്നെ പറഞ്ഞയച്ചവനോട് ചെന്ന് പറഞ്ഞേക്ക്. എന്നോടുള്ള ദേഷ്യത്തിന് എന്റെ കുടുംബത്തിൽ കയറി കളിച്ചാലുണ്ടല്ലോ, അറിയാലോ. പോലീസും കേസും കോടതിയും ഒന്നും റയ്ഹാനും പുത്തരിയല്ല. മര്യാദക്കാണെങ്കിൽ ഞാനും അങ്ങനെ. അല്ലെങ്കിൽ പറഞ്ഞു മുഴുമിക്കാതെ ഒരു ഭീഷണി എന്നോട് റയ്ഹാൻ അവർക്ക് നേരെ ചൂണ്ടുവിരൽ ഉയർത്തി. അവന്റെ കണ്ണുകളിൽ തീപ്പൊരി പാറി. ഒന്ന് കൂർപ്പിച്ച് നോക്കിയിട്ട് പതി അവൻ അവിടെ നിന്നും പിൻവലിഞ്ഞു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.